മെസ്സിയുടെ പേരിലെ തട്ടിപ്പിന് സർക്കാർ ഒത്താശ ചെയ്തതിന് പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് സർക്കാരിന്റെ കള്ളക്കളികളുടെ പുതിയ തെളിവുകളാണ് പുറത്തുവരുന്നത്. സ്പോൺസറുടെ പശ്ചാത്തലം പോലീസ് അറിയിച്ചെങ്കിലും മുന്നറിയിപ്പ് സർക്കാർ തള്ളിക്കളഞ്ഞു. സ്പോൺസർമാർക്കെതിരെ 19 കേസുകൾ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. കേന്ദ്ര അന്വേഷണം വരാനുള്ള സാധ്യതയും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. വിശദാംശങ്ങളുമായി MS വീണ തിരുവനന്തപുരത്ത് നിന്നും ശരിയാണ്. വീണ, ഒരു കമ്പനിക്ക് കൃത്യമായ രീതിയിൽ ടെൻഡർ നൽകുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് നൽകിയ റിപ്പോർട്ട് പോലും സർക്കാർ അവഗണിച്ചു. അതായത് സർക്കാരും ഈ കമ്പനിയും കൃത്യമായ രീതിയിൽ കോടികളുടെ അഴിമതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപാടുകളാണ് നടന്നത് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണല്ലേ? തീർച്ചയായും KP, ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ നടന്ന കള്ളക്കളികൾ, തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം പോലീസ് നൽകിയ മുന്നറിയിപ്പ് പോലും സർക്കാർ അപ്പാടെ അവഗണിച്ചു എന്നുള്ളതാണ്. അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്റ്റേഡിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പുറമെ ഈ സ്പോൺസർമാരായ റിപ്പോർട്ടർ TVയുടെ ഉടമകൾക്കെതിരെ ഉള്ള അവരുടെ പശ്ചാത്തലം, അതായത് 19 കേസുകളിൽ അവർ പ്രതിയാണ്. കൂടാതെ തന്നെ 70 ദിവസത്തോളം മുട്ടിൽ മരമുറി കേസിൽ ജയിലിൽ കഴിഞ്ഞവരാണ്. അതുപോലെ തന്നെ അവർക്കെതിരെ വഞ്ചന കുറ്റമടക്കം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ളവർ ഈ കോടികൾ ചിലവാക്കി ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് പിന്നിൽ സ്പോൺസർമാരായി എത്തുമ്പോൾ അത് സർക്കാരിനെയും ഗുരുതരമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ളവർക്ക് അത് സ്പോൺസർഷിപ്പ് നൽകരുത്, അത് പുനഃപരിശോധിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് അടക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുന്നറിയിപ്പിനെ സർക്കാർ അവഗണിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും പോലീസ് ആ ഒരു റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇവർ നൽകുന്ന ഫണ്ട് 126 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടർ TVയും അവരുടെ ഉടമകളും നൽകുന്നത്. ആ പണത്തിന്റെ ഉറവിടം അത് എവിടെ നിന്ന് ലഭിച്ചതാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം വരണം. കൂടാതെ തന്നെ ഈ പരിപാടി നടന്നതിന് ശേഷമോ അല്ലാത്ത പശ്ചാത്തലത്തിലോ ഒരു പരാതി ഉയരുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ അടക്കം ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ മുന്നറിയിപ്പുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടാണ് സർക്കാർ പാടെ അവഗണിച്ചത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അവരുടെ ഭരണനാളിൽ അവരെ ഏറ്റവും കൂടുതൽ വാഴ്ത്തി പാടിയിരുന്നത് ഈ റിപ്പോർട്ടർ ചാനലായിരുന്നു. ഇടത് ചായ്വുള്ള ഒരു ചാനൽ. അവർ സർക്കാരിന് വേണ്ടിയിട്ട് കൂടുതൽ വാർത്തകൾ നൽകുകയും പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരു സ്വകാര്യ ചാനലിൻ്റെ പ്രമോഷൻ പരിപാടിയായി പോകാനുള്ള സാഹചര്യം അടക്കം ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലും പോലീസ് നൽകിയിട്ട് പോലും സർക്കാർ അത് ശ്രദ്ധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ സ്റ്റേഡിയം അത് ഖജനാവിൽ നിന്ന് പണം മുടക്കിയൊക്കെ നിർമ്മിച്ച ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന് വിട്ടു നൽകുമ്പോൾ ഒരു അന്താരാഷ്ട്ര മത്സരത്തിനായ സ്റ്റേഡിയം വിട്ടു നൽകുമ്പോഴും അന്താരാഷ്ട്ര മത്സരത്തിന് സംസ്ഥാന പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുമ്പോഴും സ്വീകരിക്കേണ്ട നടപടികളുണ്ട്. ആ നടപടികളിലടക്കം വീഴ്ചയുണ്ടായെന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ സ്റ്റേഡിയം സ്വന്തം പ്രോപ്പർട്ടി പോലെ, സ്വന്തം വസ്തുവകകൾ പോലെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അന്ന് ഈ പരിപാടി നടക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നൊരുക്കങ്ങളുടെ പേരിൽ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, സ്റ്റേഡിയത്തിലെത്തിയുള്ള പരിശോധനകളോടൊക്കെ ഏറെ ചർച്ചയായ വിഷയമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഉടമകൾ, അതായത് റിപ്പോർട്ടർ TVയുടെ ഉടമകൾ അവിടെ എത്തി പരിശോധന നടത്തുകയും ഒപ്പം തന്നെ കോടികളുടെ ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സ്റ്റേഡിയം ചോർന്നൊലിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഇതിൻ്റെ ഒരു താല്പര്യം, അത് കൂടുതൽ താല്പര്യം ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ടർ TVക്ക് സ്പോൺസർമാരാകുന്നതിൽ സർക്കാർ കൂടുതൽ താല്പര്യം ചെലുത്തി എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും പല ന്യായീകരണങ്ങൾ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഒപ്പം തന്നെ മുൻ കായിക മന്ത്രിയൊക്കെ നിരത്തുന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സർക്കാർ തലത്തിലെ ഇടപെടലുകൾ അത് കായിക വകുപ്പിന് കൂടുതൽ ബാധ്യതയാകുമെന്നുള്ള കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നത്. എന്തായാലും ഒരു ഉന്നത അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്ന സാഹചര്യമുണ്ട്. സർക്കാർ ഒരു ഉന്നതതല അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് നമുക്കറിയാം. കാരണം സാമ്പത്തിക ക്രമക്കേടുകളടക്കം നടന്നൊരു സംഭവമാണ്. കുറ്റാന്വേഷണ വിഭാഗം, ക്രൈംബ്രാഞ്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്വേഷണം നടക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് റിപ്പോർട്ട് അവഗണിച്ചതിനുള്ള ഒരു മറുപടി അത് നിലവിലെ പ്രതിപക്ഷത്തിന് പറയേണ്ടി വരും. എന്ത് ന്യായീകരണം നിരത്തിയാലും ഈ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ, സാമ്പത്തിക ക്രമക്കേടിൽ ഒപ്പം തന്നെ പ്രതികളായവർക്കും ഇത്തരത്തിൽ സ്പോൺസർമാരെ തിരഞ്ഞെടുത്തതിലും കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയേണ്ടി വരും. പ്രതിപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും. KP.